നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുക. ഇന്ന് 6ാം ജന്മദിനം ആഘോഷിക്കുന്ന ലൂക്കാസ് നിതിൻ ഹെൻറിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും ലൂക്കാസ് നിതിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോണീസിനെ സ്തുതിക്കായിട്ട് ആഗ്നൽ റെയ്നിയുടെ ജീവിതത്തിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ അന്തോണീസിന് മാധ്യസ്ഥം നന്ദി പറഞ്ഞ് നമുക്ക് ഈ ബലി അർപ്പിക്കാം. ക്ലീറ്റസിനും കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിന് നന്ദി പറഞ്ഞ് നമുക്ക് ബലി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഷോൺ മൈക്കിളിനും കുടുംബത്തിൻ്റെ മേലും വിശുദ്ധ അന്തോണീസ് ലഭിച്ച എല്ലാ അനുഗ്രഹം നന്ദി പറഞ്ഞ് ബലിയർപ്പിക്കാം. റിഞ്ചർ റിച്ചാർഡിനും കുടുംബത്തിനും വേണ്ടിയും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ബലിയർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ മരിച്ചുപോയ ആഷിഖ് ക്രിസ്റ്റിൻ, സെറാഫിൻ ഗബ്രിയൽ, മർസലീന വിറ്റാലിസ്, വിൽഫ്രഡ് എമിലി, ഇഗ്നേഷ്യസ് ജോർജ്, ആഗ്നസ് ജോയിം, ശോഭ സെബാസ്റ്റ്യൻ, ലിയോൺ സക്രിയാം എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഈ ബലിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോനാഥൻ ഉപമയിലൂടെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറയും, ജാഗരൂകരായും ഒരുങ്ങി കാത്തിരിക്കുവിൻ. എപ്പോഴാണ് യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. യജമാനൻ വരുമ്പോൾ ഒരുങ്ങി കാത്തിരിക്കുന്നവർ ഭാഗ്യമുള്ളവർ. അവർക്ക് തീർച്ചയായും വലിയ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും ലഭിക്കും. സുവിശേഷം മുഴുവനിലും മനുഷ്യരോടുള്ള വലിയ സൂചനയായിട്ട് ഒരുങ്ങി കാത്തിരിക്കണമെന്നും ഏത് നിമിഷം നമ്മുടെ ജീവിതത്തെ ദൈവം തിരിച്ച് തൻ്റെ ദൈവിക സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും നമ്മൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതും നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും ഒക്കെ തീർച്ചയായിട്ടും കടന്നു വരും. ഒരുക്കമില്ലാതെ വിശുദ്ധിയില്ലാതെ ഈ ലോക കാര്യങ്ങളിൽ മാത്രം ഒഴുകിയാണ് ജീവിച്ചതെങ്കിൽ അവനും അവളുമൊക്കെ
വിശ്വസ്തതയില്ലാത്ത കാര്യസ്ഥർക്ക് തുല്യരാകും. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടുമെന്നും ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നു. അതിനാലും ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുവാനുള്ള വിശുദ്ധിക്കായിട്ട് ഇന്ന് തന്നെ നമുക്ക് ഒരുങ്ങുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുള്ള വലിയ കൃപാവരം ദൈവം തരണമെന്ന് പ്രാർത്ഥിച്ച് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പൊറുത്തും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ.
ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയുടെ സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്നും ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. അല്ലേലൂയ, അല്ലേലൂയ. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ അരമുറിക്കുകയും വിളക്കു കത്തിച്ചും ഇരിക്കുകയും തങ്ങളെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലും 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ. കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ. കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നീകണേ നിൻ ദർശനം. നന്മ പൂർണ്ണ പാലക ഇന്നീകണേ നിൻ ദർശനം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ. കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും
സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മുഴുവൻ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവും സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ധനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ചം അങ്ങയുടെ ദാസം ആസിക് ക്രിസ്റ്റീൻ, സെറാഫിൻ ഗബ്രിയൽ, മർസ്ലീന വിറ്റാലിസ്, വിൽഫ്രഡ് എമിലിം, ഇഗ്നേഷ്യസ് ജോൺ, ആഗ്നസ് ജോയിം, ശോഭ സെബാസ്റ്റ്യൻ, ലിയോൺ സക്രിയ എന്നിവർ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോടൊന്നായി തീർന്ന ഇവരെ അവിടത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞും സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേബിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ വക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ,
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നീ തരുവതെല്ലാം നന്മകൾ. കരുണയുള്ള ദൈവമേ, നീ തരുവതെല്ലാം നന്മകൾ. കുരിശു തന്നെ നൽകിയാലും മഹിമയായി നീ മാറ്റിടും, മഹിമയായി നീ മാറ്റിടും. കരുണയുള്ള ദൈവമേ, നീ തരുവതെല്ലാം നന്മകൾ. അരുമയാം നിന്മക്കളെ കരുതിടും പിതാവു നീ,
ദിനം നന്മയായി. കരുണയുള്ള ദൈവമേ, നീ തരുവതെല്ലാം നന്മകൾ. കുരിശു തന്നെ നൽകിയാലും മഹിമയായി നീ മാറ്റിടും, മഹിമയായി നീ മാറ്റിടും. ഈശോയുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഈശോയുടെ ശരീരമേ, എന്നെ രക്ഷിക്കണമേ. ഈശോയുടെ രക്തമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. ഈശോയുടെ തിരുവിലാവിലെ ജലമേ, എന്നെ കഴുകണമേ. ഈശോയുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ അമ്മേ, മാതാ